സർ, കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഇന്നൊരു വിദ്യാർത്ഥിക്കുണ്ടായ ദാരുണമായ മരണം രാഷ്ട്രീയങ്ങളും അല്ലെങ്കിൽ സ്കൂളുകാരും അധികൃതരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ, അതായത് നിങ്ങളാണ് ചെയ്തത്, ഇതിന് ഉത്തരവാദി നിങ്ങളാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ സർക്കാരാണ്, ഇലക്ട്രിസിറ്റി ബോർഡാണ്, അല്ലെങ്കിൽ സ്കൂളുകാരാണ്, ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ആരുടെ ഭാഗത്താണ് ഈ തെറ്റുണ്ടായത്, ഈ വീഴ്ച ഉണ്ടായത്? ഓർക്കുന്നുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അധികമായില്ല, ഏറിയാലൊരു 5 വർഷം, വയനാട്ടിലൊരു സ്കൂളിലൊരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നേട്ടങ്ങളാണ്. ഇവിടെ ഇടയ്ക്ക് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ, ഹൈവേയിലൂടെ പോകുന്നവരൊക്കെ, കാറിൽ പോകുന്നവരൊക്കെ വണ്ടി നിർത്തി ചോദിക്കും ഇവിടെ റൂമുണ്ടോ എന്ന്. ഇത് കണ്ടിട്ട് ഈ സ്കൂളിൻ്റെ പഠിക്കൽ വന്നിട്ട് ഇത് കണ്ടിട്ട് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിച്ച് ഇവർ ചെയ്തിട്ടുള്ളത് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പൊതുവിദ്യാഭ്യാസ രംഗം, പൊതുജനാരോഗ്യം, ഇത് രണ്ടിലും കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. ഈ 2016 ശേഷം പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളുടെ എണ്ണം കൂടി. അത് നമ്മൾ ഉള്ളതുപോലെ പറയണം. ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് കുട്ടികളുടെ ഒരു പ്രവാഹം ഉണ്ടായി. അത് സംരക്ഷിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു. പൊതുവിദ്യാഭ്യാസ യജ്ഞമെന്നും പറഞ്ഞ് അവരൊരു ഒരു ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഫോം ചെയ്ത് അതിൻ്റെ തലപ്പത്ത് ഒരാളെ ഇരുത്തുകയോ ഒക്കെ ചെയ്തു, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി. പിന്നെ കിഫ്ബിയുടെ സഹായത്തോടുകൂടി ഈ പുറം മോടിയിൽ കുറേ അങ്ങ് പണിത് കൂട്ടി. വലിയ ആർച്ച്, പുറമേ കുറേ ചിത്രങ്ങൾ ഒക്കെ ആയിട്ട്. അതാണ് ശിവൻകുട്ടി പറയുന്നത്, ഇത് വലിയ ഹോട്ടലാണെന്നൊക്കെ ധരിച്ച് റൂമുണ്ടോ എന്ന് ചോദിക്കുമെന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സൗകര്യങ്ങൾ കൂടി വേണ്ടേ, ശരിയാക്കണ്ടേ? കുട്ടികൾ ഈ പറഞ്ഞതുപോലെ പല ഇടങ്ങളിലും, ഇതിപ്പോൾ കൊല്ലത്താണ്, പാമ്പ് കടിയേറ്റ് മരിച്ചത് വയനാട്ടിലാണ്. വയനാട്ടിലെ ആ സ്കൂളെന്നൊക്കെ പറയുന്നത് ഈ മലയോര മേഖലയിൽ നിൽക്കുന്നതാണ്. ചുറ്റിനും കാടും മറ്റുമൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാ സ്കൂളുകളിലും PTA ഉണ്ട്. ഈ PTAയ്ക്കും സ്കൂളിൻ്റെ സംരക്ഷണ ചുമതലയുണ്ട്. ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതിനകത്ത് ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ ഷോക്ക് അടിക്കുകയോ മറ്റോ ചെയ്യുന്ന ഏരിയ ഉണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ചുറ്റിനും ഈ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ പാമ്പും മറ്റ് ഇഴജന്തുക്കളും ഒക്കെ വസിക്കുന്നുണ്ടാകും. സാർ, ഇവിടേക്ക് വരുമ്പോൾ ഇപ്പൊ കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിപ്പോൾ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈടെക് സ്കൂളുകളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവകാശപ്പെടുമ്പോഴും, ആരോഗ്യവകുപ്പ് നമ്പർ 1 ആരോഗ്യ കേരളമെന്ന് അവകാശപ്പെടുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഹൈടെക് സ്കൂളുകൾ, നമ്പർ 1 സാക്ഷരത എന്നൊക്കെ പറയുമ്പോൾ, സാക്ഷരത കേരളം എന്നൊക്കെ പറയുമ്പോൾ, സിറ്റി ഏരിയകളെ കേന്ദ്രീകരിച്ച് ഈ പറയുന്നതോണം നല്ല സ്കൂളുകളൊക്കെ, ഇപ്പം കഴക്കൂട്ടത്തേക്കാണ് കഴക്കൂട്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ, ഇത്തരത്തിലുള്ള ഹൈടെക് സ്കൂൾ, ഒരുവിധമൊക്കെ നല്ല നല്ല ബിൽഡിങ്ങുകളാണ്. ഒരുവിധം നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് കാടടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ മാസം ഞാൻ കണ്ടതാണ്, ഒരു സ്കൂളിൻ്റെ ഷീറ്റ് വെച്ച് മറച്ചു വെച്ചേക്കുന്ന ഒരു ഇതും, അതെല്ലാം ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുന്ന UP സ്കൂളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ ദാരുണ സംഭവം നടന്ന സ്കൂളിൻ്റെ അവസ്ഥ. നമ്മൾ കണ്ടതാണ് ഹൈടെക് സ്കൂളുകൾ, അതായത് ഓട് പാകിയ ഒരു സ്കൂളാണ്. പഴയ ഞങ്ങളൊക്കെ 80 കാലഘട്ടത്തിൽ പഠിക്കുന്നത് പോലെ ഹാഫ് ഭിത്തി കെട്ടി വരാന്തയിട്ട് ഇതിൻ്റെ അകത്തൂടെ ഒരു കുട്ടിക്ക് പുറത്തേക്ക് പോകാം. അപ്പം സ്കൂളുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം, കൊച്ചുകുട്ടികൾ സുരക്ഷിതമായിരിക്കണം എന്ന് പറയുമ്പോഴും ഇതിനൊക്കെ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? മാത്രമല്ല ഇതിന് എക്സ്ട്രാ ഒരു ഷീറ്റ്, ഇപ്പം ഈ ഒരു സംഭവം നടന്നതിൻ്റെ മുകളിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, എക്സ്ട്രാ ഒരു ചായ്പ് പോലെ ഷീറ്റ് ഇറക്കി ഇട്ടിരിക്കുകയാണ്. അതും ഈ പറഞ്ഞോണം അലൂമിനിയം ഷീറ്റാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഈ ഇലക്ട്രിസിറ്റി ലൈൻ പാസ് ചെയ്തത്. നേരത്തെ 2 ലൈനാണെങ്കിൽ ഇപ്പം 4 ലൈനാണ് പാസ് ചെയ്തത്. എന്ത് സുരക്ഷിതത്വമാണ് സാർ? ഈ ഷീറ്റ് ഇടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചുകൂടെ ഈ ലൈൻ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതാണ് ഇത്, ഇനി ഇൻ കേസ് ഈ കുട്ടി കയറാതിരിക്കുക എന്ന് വിചാരിച്ച് ഈ ലൈൻ താഴെ തട്ട് കിടക്കുവാണ്,
കുറച്ചുകൂടി താഴ്ന്നു കിടക്കുന്ന സന്ദർഭത്തിൽ ഈ ഷീറ്റിലൂടെ ഒരു പക്ഷേ വൈദ്യുതി പ്രവഹിച്ച് താഴെ കളിക്കുന്ന ഒരുപാട് ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ ഈ കമ്പിയിൽ വന്ന് പിടിക്കുന്ന കുട്ടികൾ, എങ്ങനെയായാലും ഇത് അപകടങ്ങളുണ്ടാകും ഈ രീതിയിലെങ്കിൽ പക്ഷേ ഈ രീതിയിലായതുകൊണ്ട് ഒരു കുട്ടിയുടെ മറ്റുള്ള രീതിയിലാണെങ്കിൽ താഴെ കുറേ കുട്ടികൾ ഒരു പക്ഷേ ഇതിനകത്ത് വന്ന് പെട്ടുപോയത്. മാത്രമല്ല സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ സുരക്ഷിതത്വം വേണം എന്ന് പറയുമ്പോൾ ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇങ്ങനെ വാതോരാതെ പറയുമല്ലോ, ഹൈടെക് ആക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു. സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാം കൊണ്ടും കീം പരീക്ഷ, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ആ രീതിയിലുള്ള പ്രവേശനം, യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഗ്രേഡ് നോക്കിയപ്പോൾ ഏത് അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മൊത്തത്തിൽ ഭരണം മുഴുവനും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇന്നൊരു കുഞ്ഞിൻ്റെ ജീവന് കൂടിയാണ് അപകടം പറ്റിയിരിക്കുന്നത്, ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ ശരിക്കും എവിടെയാണ് പാകപ്പിഴകൾ സർക്കാരിന് സംഭവിച്ചത്? ഈ ഷീറ്റ് ഇട്ട ബിൽഡിംഗ് പാടില്ല എന്നുണ്ട് വിദ്യാഭ്യാസത്തിന്, സ്കൂളുകൾക്ക് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാദ്യം അതും നടപടിയെടുക്കേണ്ടതായ കാര്യമാണ്. അത് എയ്ഡഡ് സ്കൂളായാലും അൺഎയ്ഡഡ് ആയാലും ഗവൺമെൻറ് സ്കൂളായാലും അത് ഉപയോഗിക്കാൻ പാടില്ല. പഴയ കാലത്തെ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നവരുണ്ട്. പിൽക്കാലത്ത് വന്നിട്ടുള്ള ചില തകരമൊക്കെ ഉണ്ടല്ലോ, ആഞ്ഞ് കാറ്റടിച്ചാൽ ഇത് പറന്ന് വേറെ വല്ലയിടത്തും എത്തുന്ന അത്തരത്തിലുള്ള ഷീറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ തരത്തിൽ ഇവർ ഈ പുറംമൂടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അകത്തോട്ട് ഇത് ചെയ്തിട്ടില്ല. പല സ്കൂളുകളിലും ഈ വയറിംഗ് ഒക്കെ പഴയ കാലത്തെയാണ്, സ്വിച്ച് ബോർഡൊക്കെ ഇളകി കിടക്കുന്നതൊക്കെയാണ്. കുട്ടികളാണ് അവർ പലതരത്തിലുള്ള കുസൃതികളിലേക്കും കാര്യങ്ങളിലേക്കും. അല്ല, അവരുടെ പ്രായം അതാണല്ലോ, അവർ ആ പ്രായത്തിലാണല്ലോ കളികളിൽ ഏർപ്പെടേണ്ടത്. അല്ലാതെ പിന്നെ 70-ാമത്തെ വയസ്സിൽ തേവലക്കര സ്കൂള് കണ്ടപ്പോൾ അതിനകത്ത് 1-2 മാധ്യമങ്ങൾ അതിനകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്തു. ഇപ്പൊ ഈ കുട്ടി പഠിക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ താഴത്തെ ചില 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആ ഡിവിഷനൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ സങ്കടം. പണ്ട് ഇതിൽ എത്രയോ ഭേദമായിരുന്നു ഞാനൊക്കെ പഠിച്ച സ്കൂളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? അത് തടി വെച്ച് ഇങ്ങനെ മറച്ചു വെച്ചേക്കുവാണ്. അതിൻ്റെ ഒരു ഭാഗം ഇളകി കിടക്കുന്നത്, അതിനകത്തൂടാണ് അതിൻ്റെ ഈ ഷീറ്റിൻ്റെ മണ്ട ഒരു ബെഞ്ച് കിടപ്പുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ അതിനകത്തൂടെ വലിഞ്ഞു പിടിച്ച് കയറി ഷീറ്റ് ദിനന്തരം കയറുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ടീച്ചേഴ്സ് എത്ര അടിച്ചാലും ശിക്ഷിച്ചാലും കുട്ടികൾ കയറിക്കൊണ്ട് ഈ കുട്ടി ആ ലൈനിൽ വന്ന് നട്ടിയ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഒരുപാട് കുട്ടികൾക്ക് അപകടം വരേണ്ടിയിരുന്നു. കാരണം ഇത് തട്ടിക്കിടക്കുകയാണ്. ഈ ഷീറ്റിൻ്റെ പുറത്തൂടെ ഈ വാതിലിലൂടെ അകത്തോട്ട് കയറാം. അപ്പോൾ ഇതൊക്കെ PT ഉണ്ടെന്ന് സാർ നേരത്തെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷിതാവ് പോലെ ഈ ലൈൻ വലിക്കരുത്, അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ ഡിസ്കണക്ട് ചെയ്യണം എന്ന് ആ സ്കൂൾ ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ ജീവൻ പൊലിയില്ലായിരുന്നു. കാരണം ഇത് പേരൻസിനെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടുന്ന അവസ്ഥയാണ്. പേരൻസ് മാത്രമല്ല, ടീച്ചേഴ്സ്, പ്രധാന അധ്യാപകൻ, ഈ പറയുന്ന സർക്കാർ, KSEB എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ടുന്ന കാര്യമാണ്. കാരണം ഓരോരുത്തരും ഇതിനകത്ത് ലിങ്ക്ഡ് ആണ്. കാരണം അവിടെ PT കൂടുന്നുണ്ട്. ആ ലൈൻ പാടില്ല. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കാം. കുട്ടികളുടെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പിനോ പോലീസിലോ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ അപ്പം KSEB ഇത് മാറ്റി തന്നെ അല്ലേ, മാറ്റിയേ പറ്റൂ. കാരണം കുട്ടികൾക്കൊരു അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അത് മാറ്റിയിരിക്കും. പക്ഷെ ഇതൊക്കെ ഒരു അലംഭാവമായിട്ടല്ലേ ആ കുഞ്ഞിൻ്റെ ജീവൻ ഇന്ന് പൊലിഞ്ഞിരിക്കുന്നത്. ഈ PTA മാസത്തിൽ ഒരു തവണ കൂടി സ്കൂളിൻ്റെ സുരക്ഷിതാവസ്ഥ വിലയിരുത്തണമെന്നാണ് KERൽ പറയുന്നത്. അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കൂടുമായിരിക്കും. ഈ വക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കത്തില്ല. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന ആ സമയത്ത് കോഴിക്കോട് നോർത്തിൽ നിന്നുള്ള MLA ഉണ്ട്, പ്രദീപ് കുമാർ. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഈ പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു സ്കൂള് ഹൈടെക് ആക്കി മാറ്റി. നടക്കാവ്, കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ. അത് എല്ലാ മാധ്യമങ്ങളും വളരെയധികം ആഘോഷിച്ചതാണ്. അതേ മാതൃകയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു സ്കൂള് വേണം എന്ന് ഇവർ പറഞ്ഞതാണ്. അതൊന്നും നടപ്പിലായതില്ല. 140 സ്കൂളുകൾ അങ്ങനെ കൊണ്ടുവരും എന്ന് പറഞ്ഞത് ആ മാതൃക അത് പിന്നീട് അങ്ങോട്ട് എല്ലായിടത്തേക്കും തുടരണം എന്നുള്ള രീതിയിൽ. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ പഴഞ്ചൻ രീതിയിൽ 12ാം നൂറ്റാണ്ടിലത്തെ പോലെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പറയാം ഗവൺമെൻറ് സ്കൂളാണ് ഇത്. ഇതുകൊണ്ടാണ് കുട്ടികൾക്കൊന്നും സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഈ വരേണ്യവർഗ സ്കൂളുകളായ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് ചേക്കേറുന്നത്. അവിടെ മക്കളെ കോട്ടും ടൈയും കെട്ടിച്ച് വിടും. ചുണ്ടിൽ ഇംഗ്ലീഷാണ് പറയുന്നതെന്ന് പറയും. ഇംഗ്ലീഷൊന്നും പറയത്തൊന്നുമില്ല.
കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിലെ പിള്ളേർക്കൊന്നും വേണ്ട തരത്തിൽ ഇംഗ്ലീഷ് പരിശീലനമൊന്നും കിട്ടാറില്ല. പണ്ട് മൻമോഹൻ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ടി.കെ. നായർ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, കേരളത്തിൽ നിന്ന് വരുന്ന കത്തുകളിലെ ഇംഗ്ലീഷ് വായിച്ചാൽ ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല എന്ന്. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് അത്രത്തോളം മോശപ്പെട്ടതെന്ന്, അല്ലാതെ അവിടെ ഇരിക്കുന്നവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നല്ല. അപ്പോൾ പിന്നെ ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ ചുമ്മാ ഇതിൻ്റെ പേരിൽ കുറേ പേര് വളർന്ന് വരും. കാരണം ഗവൺമെൻറ് സ്കൂള് മോശമായത്, ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം മോശമായതുകൊണ്ടല്ലേ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ്. കാരണം എങ്ങനെ തങ്ങളുടെ മക്കളെ സുരക്ഷിതമായിട്ട് പഠിച്ചില്ലെങ്കിലും വേണ്ട അവിടെ പോയി ഇരിക്കുമ്പോൾ വൈകിട്ട് ജീവനോടുകൂടി തിരിച്ചു വരണ്ടേ, അതിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാലയം മാറുന്നതാണ് പ്രശ്നം. ഇതിന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഷോക്ക് അടിപ്പിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.